ഒളിച്ചുറങ്ങിടുമ്പോൾ മാറാവ്യാധികളും മാറും. അതിഘോഷവും കൂടാതെ ഞാൻ മൃദുഗീതമായി സ്തുതി പാടിടും. വേനൽ ചൂടുരുകി വീഴും എൻ മനസ്സിൽ ഒരു പുതുമഴയുടെ കുളിരായി മാറും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ദിവസം ഒരു റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പം റോഡിൻ്റെ സൈഡിൽ ഒരമ്മ ഒരു കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് ഈ മെറ്റൽ അറിയാമല്ലോ, ഈ പാറ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കുന്ന ഇങ്ങനെ ചുറ്റിക വെച്ച് അടിച്ച്, അത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു കുഞ്ഞിനെ ഇങ്ങനെ മടിയിൽ വെച്ച് അതിങ്ങനെ മടിയിൽ ഇരുന്ന് ഉറങ്ങുകയാണ്. അമ്മ ഇങ്ങനെ ഈ മെറ്റൽ അടിക്കുന്നുണ്ട്. അപ്പോൾ റോഡിലൂടെ ചീറിപ്പാഞ്ഞ് വാഹനങ്ങൾ ഇങ്ങനെ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പിന്നെ അവരുടെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നു, കുടിച്ച് ഭയങ്കരമായിട്ട് ബോധമില്ലാതെ വന്ന് അവരോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അവരുടെ ഇങ്ങനെ ഉപദ്രവിക്കാൻ മുടിക്ക് ചുറ്റി പിടിക്കുന്നുണ്ട്. ഭയങ്കര ഒരു കലുഷിതമായ ഒരവസ്ഥ. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച അതൊന്നുമല്ല, ഈ മടിയിൽ ഉറങ്ങുന്ന കുഞ്ഞ് ഇതൊന്നും അറിയുന്നില്ലെന്നുള്ളതാണ്. എത്ര ശാന്തമായി സ്വസ്ഥമായി സുഖമായി അമ്മയുടെ ചൂട് പറ്റി അമ്മയുടെ മാറോട് ചേർന്ന് ഉറങ്ങുന്നു, ചുറ്റിനും കലുഷിതമായ സന്ദർഭത്തിലും. അതെന്നെ ഒത്തിരി ചിന്തിച്ചു. പലപ്പോഴും നമ്മൾ ഇങ്ങനെയല്ലേ, ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമുക്ക് ചുറ്റും എന്തെല്ലാം ബഹളങ്ങളും കോലാഹലങ്ങളുമാണ് നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നടുവിലും ഒരു ദൈവ പൈതൽ ശാന്തമായി സ്വസ്ഥമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ അതാ യേശു കർത്താവിൻ്റെ മാറിൽ ചാരി ആശ്വാസത്തോടെ നമ്മളായിരിക്കുന്നത് കൊണ്ടല്ലേ നമുക്കങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്ത കർത്താവ്, പെറ്റമ്മയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന കർത്താവ്, എനിക്ക് ഗദ്ഗതത്തോടെ അല്ലാതെ പറയാനൊക്കുന്നില്ല. ആ സ്ത്രീ അത്രയും പ്രതിസന്ധിയുടെ നടുവിലും ആ കുഞ്ഞിനെ എത്ര സുഖത്തോടെ അതൊന്നും അറിയാതിരിക്കാൻ ഇങ്ങനെ പൊതിഞ്ഞ് അതിനെ കെയർ ചെയ്യുന്നു. അതുപോലെ യേശു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ